24 എക്സ്ക്ലൂസീവ്. ജമാഅത്തെ ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല എന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ 24നോട്. ന്യൂനപക്ഷങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നും മുനവറലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതേസമയം ഇസ്ലാമിക റിപ്പബ്ലിക് വക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ആഞ്ഞടിച്ചായിരുന്നു കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം. ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല എന്ന നിലപാട് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി മുനവറലി തങ്ങൾ 24നോട് വെളിപ്പെടുത്തി. നമ്മൾ അവരൊരു ശത്രുപക്ഷത്തും നിൽക്കുന്നില്ല. അവർ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ഇവിടെ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ, വെല്ലുവിളി നേരിടുമ്പോൾ അതിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ആ ഒരു ഒരുമയിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോകുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന്റെ ആവേശത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയലക്ഷ്യം വെക്കുമ്പോഴാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മുനവറലി തങ്ങൾ 24നോട് നിലപാട് തുറന്നു പറഞ്ഞത്. ഇതാദ്യമായാണ് ഒരു മുസ്ലിം ലീഗ് നേതാവ് ജമാഅത്ത് ഇസ്ലാമിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്നത്. സമസ്ത APEK വിഭാഗങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ ജമാഅത്ത് ഇസ്ലാമിക്ക് പരസ്യ ക്ലീൻ ചീറ്റ് നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മുസ്ലിം സമൂഹം വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെയും കൂടെ കൂട്ടി ഒരുമിച്ച് പോകണമെന്ന നിലപാടാണ് മുനവറലി തങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കേരളയാത്ര വിജയകരമായി തിരുവനന്തപുരത്ത് പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോട് തിരിച്ചെത്തിയ കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാർ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ തുറന്നടിച്ചു. ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിക റിപ്പബ്ലിക്കിന് വേണ്ടി വാദിക്കുന്നവരാണെന്ന് കാന്തപുരം 24നോട് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി ഇവിടെ എപ്പോഴും സ്വരാഷ്ട്രവാദക്കാരാണ്. അതുകൊണ്ട് അവർ ആ വാദത്തിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കണം എന്ന വാദത്തിൽ നിന്നും പിന്മാറിയതായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ തങ്ങളെന്താ പറഞ്ഞത്, അവർ കൂടിയിട്ടുണ്ടോ ഇല്ലേ, രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ത് ചെയ്യുന്നു, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് നോക്കേണ്ടതുമില്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് UDFുമായി ബാന്ധവുമില്ലെന്ന് കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് 24ന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ മുനവറലി തങ്ങളുടെ വെളിപ്പെടുത്തലോടെ UDF ജമാഅത്ത് ബാന്ധവത്തിന്റെ ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.